ഹായ്, ഐ ആം സ്വപ്ന. വെൽക്കം ടു മൈ കിച്ചൺ. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സ്പൈസ്ഡ് മാംഗോ കൂളറാണ്. വളരെ എളുപ്പത്തിൽ ഒരു മാംഗോ കൂളർ എങ്ങനെ തയ്യാർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സ്പൈസ്ഡ് മാംഗോ കൂളർ ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങൾ ഞാനിവിടെ ഒരു 1.5 മാങ്ങയോളം ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പഞ്ചസാര, മാങ്ങ നല്ല മധുരമുള്ളതാണെങ്കിൽ വളരെ കുറച്ച് പഞ്ചസാര ഉപയോഗിച്ചാൽ മതി. അതുപോലെ തന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട്, ഒരു പിഞ്ച് സോൾട്ട്, ഒരു ഹാഫ് ലെമൺ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പുതിനയുടെ സ്മെല്ല് ഇഷ്ടമാണെന്നുള്ളവർ മാത്രം അത് ഉപയോഗിച്ചാൽ മതി. അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു ചെറിയ പീസ് മുളക്, പിന്നീട് 7-അപ്പോ അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സോഡയോ. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ സ്പൈസ്ഡ് കൂളർ ചെയ്യാൻ ആവശ്യമുള്ളത്. ഒരു ജാറിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയും പഞ്ചസാര, കുറച്ച് ഐസ് ക്യൂബ്സ്, ഒരൽപ്പം ഉപ്പ്, ഒരു ചെറിയ പീസ് പുതിന, അതുപോലെ തന്നെ ഇഞ്ചി, ഒരൽപ്പം പച്ചമുളകും, അല്പം നാരങ്ങ നീരും ചേർക്കാം. ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ജ്യൂസ് നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമെങ്കിൽ ഒരല്പം വെള്ളവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് സോഡ ചേർക്കാം. നമ്മളുടെ സ്പൈസ്ഡ് മാംഗോ കൂളർ തയ്യാറായി കഴിഞ്ഞു. നമുക്കിനി ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് ഐസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു മാങ്ങയുടെ പീസും ഒരു ലെമണും ഒരല്പം മിൻറ്റും വെച്ചിട്ടുണ്ട്. നമുക്കിത് വെച്ച് ഇതൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. നമ്മളുടെ സ്പൈസ്ഡ് മാംഗോ കൂളർ തയ്യാറായി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ വീട്ടിൽ ചെയ്തെടുക്കാവുന്ന ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇത് തയ്യാർ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലിടുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ ബൈ.